So, let me start the video by saying trading is not just strategies and charts. It's more like a mental game or a mindset game. So, our reality പലരും അങ്ങനെ കാണിക്കാറില്ല. ദ സ്ട്രഗിൾ ഓഫ് എ ട്രേഡർ എന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ. ഞാനൊരു 1.5 years ആയിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി, ബട്ട് നമുക്ക് ഒരു ആൻസർ ഇല്ല. പലരും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളില്ലാതെ പോകും. ദാറ്റ്സ് ഒരു ബിഗിനറിൻ്റെ ജേർണിയാണിത്. സോ ഇഫ് യു ക്യാൻ റിലേറ്റ്, സ്റ്റിക്ക് അലോങ്. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യാം. സോ എവറി ട്രേഡേഴ്സ് എക്സ്പീരിയൻസ് ഈസ് എ ജെം ദാറ്റ് വി ഫൈൻഡ്. സോ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. സോ എനിക്കൊരു 1.5 വർഷത്തെ എക്സ്പീരിയൻസേ മാർക്കറ്റിലുള്ളൂ. ഞാൻ ട്രേഡിങ്ങിനകത്തോട്ട് കയറുന്നത് എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് ആണ് ഞാൻ മാർക്കറ്റിൽ അകത്തോട്ട് കയറുന്നത്. സോ മൈ എക്സ്പെക്റ്റേഷൻ വാസ് ടു മേക്ക് മണി ഇൻ 2 months. ഞാനും എൻ്റെ ഫ്രണ്ടോടെ കയറുന്നത്. അവനും റിസൈൻ ചെയ്തു, ഞാനും റിസൈൻ ചെയ്തു. സോ വി ഗോട്ട് ദറ്റ്. ഞാൻ ICT കോൺസെപ്റ്റാണ് പഠിച്ചത്. സോ ICTയുടെ വീഡിയോസ് കണ്ടു തുടങ്ങിയപ്പം വി ഡിസൈഡഡ് ദാറ്റ് വി വിൽ സ്റ്റാർട്ട് ട്രേഡിംഗ് ഓൺ ഡെമോ for 3 months and then we'll invest some money and make a lot of money. ലൈക്ക് ഒരു 3 മാസം കൊണ്ട് പഠിച്ചിട്ട് പെട്ടെന്ന് തന്നെ പൈസ ഉണ്ടാക്കി ആ ലക്ഷറി ലൈഫ്, നമ്മൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ കാണുന്ന ട്രേഡേഴ്സിൻ്റെ പോലത്തെ ലൈഫ് കിട്ടാൻ വേണ്ടിയിട്ട് ദാറ്റ് വാസ് മൈ ഇൻറ്റൻഷൻ. ആ ഒരു ഇൻറ്റൻഷനോട് കൂടിയാണ് മാർക്കറ്റിലേക്ക് വന്നത്. ബട്ട് മാർക്കറ്റ് ടോട്ട് മീ എ ലോട്ട്. മാർക്കറ്റ് ഹംബിൾഡ് മീ. ആൻഡ് അങ്ങനെയൊന്നുമല്ല, ട്രേഡിംഗ് എന്ന് പറഞ്ഞൊരു ഇറ്റ്സ് ലൈക്ക് എ സ്പിരിച്വൽ ജേർണി എന്ന് കാണിച്ചു തന്നു. ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ മണി, ഇറ്റ്സ് അബൌട്ട് ദ പ്രോസസ് എന്ന് ഇപ്പോൾ മനസ്സിലായി. നൗ ഐ ആം ഫൈൻഡിങ് കൺസിസ്റ്റൻസി, ഐ ആം ഫൈൻഡിങ് പ്രോഫിറ്റബിലിറ്റി. ഐ എം നോട്ട് പ്രോഫിറ്റബിൾ യെറ്റ് ടു ഷോ യു ഗൈസ്. ഇത് ഒരു ബിഗിനറായിട്ടുള്ള എൻ്റെ ഡോക്യുമെൻറ്റേഷനാണ്. ഒരു സാധാരണ ഒരു നല്ല ട്രേഡർ ആകാം if he follows a plan, if he is really obsessed with the game, if he is really into it, he can make it out എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ഞാൻ ഈ ചാനൽ തുടങ്ങുന്നത്. സോ ഇറ്റ്സ് എ വീഡിയോ ഡോക്യുമെൻറ്റേഷൻ ഓർ വീഡിയോ ജേർണൽ ഓഫ് മൈ ട്രേഡ്സ്. അതിൻ്റെ കൂട്ടത്തിൽ മൈൻഡ് സെറ്റും സൈക്കോളജി അതിനെക്കുറിച്ചൊക്കെ എനിക്ക് സംസാരിക്കാൻ വലിയ ഇഷ്ടമാണ്. സോ അതിനെക്കുറിച്ചും നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. സോ ഈ വീഡിയോ വെച്ചിട്ട് ലെങ്തി ആയിരിക്കും. സോ ഇഫ് യു ആർ ഗെറ്റിംഗ് ബോർഡ് യു ക്യാൻ ലീവ്. ബട്ട് ഒരുപാട് ഇൻസൈറ്റ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എന്താണ് മാർക്കറ്റ് എന്നുള്ളൊരു അൺഫിൽറ്റേർഡ് വേർഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ എം പുട്ടിങ് ഔട്ട് ദിസ് വീഡിയോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. ദ റിയാലിറ്റി മോസ്റ്റ് പീപ്പിൾ ഡോണ്ട് ടോക്ക് അബൌട്ട്. എല്ലാവരും അവരുടെ വിൻസും അവരുടെ പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സും അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് മെയിൻലി ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്നത്. ഞാനും ഒരുപാട് കണ്ട് അതിൻ്റെ ഒരു ഇൻസ്പിറേഷനിലാണ് ഞാൻ മാർക്കറ്റിലേക്ക് വന്നത്. പക്ഷേ മാർക്കറ്റ് നമ്മളെ ആക്ച്വലി ഡ്രെയിൻ ചെയ്യും. ഞാൻ എന്താ ലൂസിങ് സ്ട്രീക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ അതൊന്ന് തിരിച്ചൊന്ന് റിക്കവർ ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. സോ തിരിച്ചൊരു വിന്നിങ് മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഭയങ്കര പാടാണ്. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. നമ്മളിപ്പം എന്ന് കയറിയാൽ ഇന്നും ലോസ് അടിക്കുമോ എന്നുള്ള പേടി കൊണ്ട് കയറിയാൽ ലോസ് അടിക്കും ഉറപ്പായിട്ടും. വാട്ട് യു തിങ്ക് ഇസ് ഗോണ ഹാപ്പൻ ദർ. അപ്പോൾ ആ മൈൻഡ് പിന്നെയും കറക്റ്റ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ. നമ്മൾ റിസ്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്തു. ഇനി ഇത് SL അടിച്ചാലും ഓക്കെയാണ്. ബിക്കോസ് അടുത്തൊരു ട്രേഡിനകത്ത് എനിക്ക് പോസിബിലിറ്റി ഉണ്ട്. 100 trades ഇനി എടുക്കാനുണ്ട്. അതിൽ എനിക്ക് തിരിച്ച് പിടിക്കാം അല്ലെങ്കിൽ തിരിച്ച് ആ ട്രാക്കിലേക്ക് വരാം എന്നുള്ളൊരു കോൺസെപ്റ്റ് മൈൻഡിലുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ഓൺ ദ ഗോ. അല്ലെങ്കിൽ അത് പാടാം. ഇപ്പം ഇത് ലോസ് അടിച്ചു എന്നാൽ ഞാൻ റിവെഞ്ച് ചെയ്ത് അല്ലെങ്കിൽ എനിക്കത് തിരിച്ച് ഇപ്പം തന്നെ എടുക്കണമെന്ന് പറഞ്ഞ് ഒരു ട്രേഡ് കൂടെ എടുത്ത് റിസ്ക് കളഞ്ഞ് അതിനകത്ത് എൻ്റർ ചെയ്താൽ പോയി. അങ്ങനെ എനിക്ക് ഒരുപാട് ട്രേഡ്സ് അങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ റിവെഞ്ച് ചെയ്തിട്ടുണ്ട്. 5-6 ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് അതിൽ നിന്നൊക്കെ മനസ്സിലായി ഇറ്റ് ഈസ് യൂസ്ലെസ്. അപ്പോൾ ഒരു റൂൾസ് സെറ്റ് ചെയ്ത് ആ ഡിസിപ്ലിനോടെ പോയില്ലെങ്കിൽ ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി വേസ്റ്റ് ഓഫ് ടൈം. ഇപ്പം നമ്മളിപ്പം ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പം രാവിലത്തെ ലണ്ടൻ സെഷനകത്ത് കയറിയിട്ട് ഒരു ലോസ് അടിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഡ്രെയിൻസ് അസ് കംപ്ലീറ്റ്ലി. അപ്പോൾ അടുത്ത ന്യൂയോർക്ക് സെഷനിലേക്ക് കോൺഫിഡൻസ് ഇച്ചിരി കുറയും. സോ അത് ആ കോൺഫിഡൻസ് കളയാതെ ഇറ്റ്സ് ഓക്കെ. നമുക്കിപ്പം ലണ്ടനിലൊരു ലോസ് ആയതേ ഉള്ളൂ. ബട്ട് വിൽ സീ വാട്ട് ന്യൂയോർക്ക് ഓഫേഴ്സ്. ആൻഡ് ഇഫ്
ഇഫ് വി ഗെറ്റ് എ ചാൻസ് ടു എൻ്റർ, അത് പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടെങ്കിൽ വിൽ എൻ്റർ, ഇല്ലെങ്കിൽ പോട്ടെ കുഴപ്പം. ഇടയ്ക്ക് മാർക്കറ്റ് നമുക്ക് ദേഴ്സ് നോ 100% വിൻ റേറ്റ് സ്ട്രാറ്റജീസ്. ഒരു അങ്ങനെയൊന്നും ആർക്കും ഓഫർ ചെയ്യാൻ പോലും പറ്റില്ല. ഈവൻ ICT സീസ് ദാറ്റ് ഹിസ് സ്ട്രാറ്റജി ഈസിന് 100%. ICTയുടെ ട്രേഡ്സ് ICT സ്റ്റഡി ചെയ്യുന്നവർക്ക് അറിയാം. ഹീ ഈസ് റിയലി ഗുഡ് അറ്റ് ദിസ്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടൊരു ട്രേഡിങ് ഫോമാറ്റാണ് ICTയുടെ. സോ ദാറ്റ്സ് വൈ ഐ സ്റ്റിക്ക് അലോങ് ടു ഇറ്റ്. പക്ഷേ ബാക്കി കോൺസെപ്റ്റ് വർക്ക് ചെയ്യില്ല എന്നൊന്നും എനിക്ക് ഞാൻ പറയില്ല. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ട്രെൻഡ് ലൈൻസ് ട്രേഡ് ചെയ്യുന്നവരുണ്ട്. സോ അവർക്കൊക്കെ ഇത് വർക്ക് ചെയ്യും. ഇറ്റ്സ് ഓൾ അബൌട്ട് മൈൻഡ് സെറ്റ്. അപ്പോൾ ഏത് സ്ട്രാറ്റജി എന്നുള്ളതല്ല, ഹൗ വെൽ യു ട്രേഡ് ആൻഡ് ഹൗ വെൽ യു എക്സിക്യൂട്ട്, ഹൗ വെൽ യു മാനേജ് റിസ്ക് ആൻഡ് വാട്ട് ഈസ് യുവർ സൈക്കോളജി ആൻഡ് ഹൗ വെൽ ഹാവ് യു ട്രെയിൻഡ് ഇറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഈസ് സബ്മിറ്റ് യുവർ സെൽഫ് ടു ടൈം ആൻഡ് കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവ് യുവർ സെൽഫ്. ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മൾ സക്സസ്ഫുൾ ആവും, അല്ലെങ്കിൽ ട്രേഡിങ് പഠിച്ചെടുക്കും. അപ്പം ഇന്ന് ഞാൻ ട്രേഡിങ് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഞാൻ സക്സസ്ഫുൾ ആവുമെന്ന്, അല്ലെങ്കിൽ എനിക്കത് പൈസ ഉണ്ടാക്കി കാണിക്കാമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ. സോ നമുക്ക് മാർക്കറ്റിൽ നിന്ന് എന്ത് കിട്ടും എന്നുള്ളതൊക്കെ നോ വൺ ഹാസ് എൻ ഐഡിയ. ചില ദിവസം മാർക്കറ്റ് ഓഫർ ചെയ്യും, ചില ദിവസം നല്ല രീതിയിൽ ഓഫർ ചെയ്യില്ല. സോ ഈ ഒരു പർട്ടിക്കുലർ ടൈം സെറ്റ് ചെയ്ത് അതിലേക്ക് എത്താൻ നോക്കാതെ, എന്നിട്ട് അത് എത്താതിരിക്കുമ്പോൾ ഡിസപ്പോയിൻറ്റ്മെൻ്റ് ഉണ്ടാവും. വി യൂസ് ടു ഡു ദാറ്റ്. ഞങ്ങളൊന്ന് പ്രൈസ് നിന്ന് നമ്മുടെ ആ ജേർണി ഒന്ന് സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ ഓർത്തു, ഓക്കെ ഇത് നമുക്ക് സെറ്റായിട്ടുണ്ട്. സോ ഒരു 2 മാസത്തിനുള്ളിൽ സക്സസ്ഫുൾ ആകാം, പൈസ കിട്ടും. വി സ്റ്റാർട്ടഡ് മേക്കിംഗ് പ്ലാൻസ്. അപ്പം മാർക്കറ്റ് പിന്നെ ഹംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ലോസസ് തന്നു. ആൻഡ് ഇറ്റ് കെപ്റ്റ് ഗോയിങ് വേഴ്സ്. ആൻഡ് ആദ്യം ഞാൻ 2 ഫണ്ട് അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓരോ ഫണ്ട് അക്കൗണ്ടിൽ ഒരു 9% ഡ്രോ ഡൗൺ വരെ ഞാൻ എത്തിയിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞ വർഷം ഈ ന്യൂ ഇയർ ആയപ്പോൾ ഞാൻ പുതിയ അക്കൗണ്ട് എടുത്തു. ദാറ്റ് ഈസ് ഗോയിങ് റിയലി ഗുഡ്. കുറച്ച് ഡ്രോ ഡൗൺ ജാനുവരി അത്ര കംഫർട്ടബിൾ ആയിരുന്നില്ല, ബട്ട് ഫെബ്രുവരിയിലായപ്പം വി സ്റ്റിക്ക് ടു ദ പ്ലാൻ ആൻഡ് ഡിസിപ്ലിൻ ആയിട്ടിരുന്നു. ഓവർ ട്രേഡിംഗ് ഒന്നും ഇല്ല, റിവെഞ്ച് ഇല്ല. ഒരു ട്രേഡ് ലോസ് ആയാൽ വി ലീവ് ദ ചാർജ് ആൻഡ് ഗോ. പിന്നെ അടുത്ത ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ സമയത്ത് ട്രേഡ് ഒന്നും കിട്ടിയില്ലെങ്കിൽ വി ആർ ഓക്കെ വിത്ത് ദ ഹോൾ ഡേ. ദ നെക്സ്റ്റ് തിങ് ഇസ് ദാറ്റ് എൻജോയ് ദ പ്രോസസ്. ഈ മണി എന്നുള്ള കോൺസെപ്റ്റ് മാറ്റി നിർത്തിയിട്ട് ആ ഒരു ഗെയിം എൻജോയ് ചെയ്യാൻ നോക്കുക. സോ ഇറ്റ്സ് ലൈക്ക് യു പ്ലേയിങ് എ ഗെയിം, വീഡിയോ ഗെയിം കളിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ ലെവൽ ബേസിലാണ്, ലെവൽ 0 നിന്നിട്ട് ലെവലപ്പായാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിലേക്ക് ചെല്ലുന്നത്. ഇറ്റ്സ് ലൈക്ക് സ്റ്റാർട്ടിങ് ഫ്രം 0 ആൻഡ് ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് റീച്ചിങ് 1, എന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് കയറി. സോ ഇറ്റ്സ് കൺസിസ്റ്റൻസി ആൻഡ് എൻജോയിങ് ദ പ്രോസസ്സ്. അപ്പോൾ ആ ഗെയിം കളിക്കുന്നത് എൻജോയ് ചെയ്താൽ വി ഗെറ്റ് ബെറ്റർ അറ്റ് ഇറ്റ് എന്നാണ്. സോ ട്രേഡിങ് അങ്ങനെ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾ ചെയ്യുന്നത് എൻജോയ് ചെയ്യുക, രാവിലെ എഴുന്നേൽക്കുക, ആ റൊട്ടീൻ എൻജോയ് ചെയ്യുക, ആൻഡ് ഹാവ് സം സെൽഫ് റിഫ്ലക്ഷൻസ് ആൻഡ് ന്യൂ ഹാബിറ്റ്സ്. റീഡ് സം ബുക്സ്, ഹിറ്റ് ദ ജിം ആൻഡ് മെഡിറ്റേറ്റ് ചെയ്യുക. ഇടയ്ക്ക് ജസ്റ്റ് ഒരു വാക്കിന് പോവുമോ, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ചില്ല് ചെയ്യുമോ, അങ്ങനെയൊക്കെ ചെയ്യുക. ഫൈൻഡ് ടൈം ഫോർ ഓൾ ദീസ് തിങ്സ് ബിക്കോസ് മൈൻഡ് കുറച്ചൊന്ന് റിഫ്രഷ് ആകാൻ ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് എംപ്രൈസ് എ ലോങ് റൺ. ഇതൊരു ഷോർട്ട് ടേം പെർസ്പെക്റ്റീവ്, ഒരു ക്വിക്ക് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗെറ്റ് റിച്ച് ഫാസ്റ്റ് എന്നുള്ളൊരു സ്കീമിൽ ട്രേഡിങ്ങിനെ അപ്രോച്ച് ചെയ്യാതെ ഇൻ 5 years വേർ വിൽ ഐ ബി എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ലോങ് ടേം റണ്ണിൽ അതിനെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നോക്കിയാൽ ഐ തിങ്ക് വിൽ ഗെറ്റ് മോർ ബെറ്റർ ആൻഡ് ബെറ്റർ. There's a book called Atomic Habits. I hope you guys have, at least a few of you guys have read it. So അതിനകത്തൊരു റൂളുണ്ട്, 1% റൂൾ എന്ന് പറഞ്ഞാൽ വി മേക്ക് യുവർ സെൽഫ് ബെറ്റർ 1% എവറി സിംഗിൾ ഡേ. സോ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ഓരോ ദിവസവും റിഫൈൻ ചെയ്യുക. സ്ട്രാറ്റജീസിനകത്ത് എവിടെയാണ് മിസ്റ്റേക്സ് ഉണ്ടാകുന്നതെന്ന് കണ്ടുപിടിക്കുക, അത് റിഫൈൻ ചെയ്യുക. നിങ്ങളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഫിയർ, ഗ്രീഡ്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആൻഡ് ഓൾ ദോസ് തിങ്സ് കൺട്രോൾ ചെയ്യുക. ആൻഡ് ഡിസിപ്ലിനായിട്ട് പ്രോപ്പറായിട്ടുള്ള സെറ്റപ്പ് കണ്ടാൽ മാത്രം അതിനകത്ത് എക്സിക്യൂട്ട് ചെയ്യുക. കോൺഫിഡൻറ്റ് ഉണ്ടായി മാത്രം അതിനകത്ത് കയറുക. അല്ലെങ്കിൽ ആ അതൊരു റണ്ണറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇഫ് യു മിസ് ദാറ്റ് ട്രേഡ് ദാറ്റ്സ് ഓക്കെ എന്നുള്ള മൈൻഡ് സെറ്റിലേക്ക് വരിക. ആൻഡ് ഇംപ്രൂവ് ആൻഡ് റിഫൈൻ ഓൾ ദീസ് തിങ്സ് so that you don't regret later. Next thing I want to say is that believe in yourself.
if you have that dream in your head, it's planted there for a reason. So അത് എത്രത്തോളം സമയം എടുത്താലും അതിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്, ദ ബിലീവ്, വേറെ ആര് നമ്മൾ ബിലീവ് ചെയ്യുന്നതിന് മുന്നേ വി ഷുഡ് ഹാവ് ദ സെൽഫ് ബിലീഫ്. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ ഡൗട്ട് ചെയ്തിരിക്കും, നമ്മുടെ പേരൻസ് നമ്മൾ ഡൗട്ട് ചെയ്തിരിക്കും, ബട്ട് യു ഷുഡ് ഹാവ് ദാറ്റ് റെസിലിയൻസ് ടു സേ ദാറ്റ് ഐ വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ. ആൻഡ് നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ കാണുക. ഓൾറെഡി യു ആർ ദെയർ എൻജോയിങ് ദാറ്റ് തിങ്സ് ഔട്ട് ദെയർ. സോ ആ ഒരു ടൈം ആയിട്ടില്ലെന്നേ ഉള്ളൂ, ആ ഒരു ടൈം ഫാക്ടറിലേക്ക് നമ്മൾ എത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ഓൾറെഡി അത് അവിടെ ഫ്യൂച്ചറിൽ സംഭവിച്ച് കഴിഞ്ഞൊരു കാര്യമാണ് യു ആർ സക്സസ്ഫുൾ എന്നുള്ളത്. ബിലീവ് ഇൻ യുവർ സെൽഫ്. പിന്നെ പറയാനുള്ള കാര്യം ജേർണൽ ചെയ്യുക. ജേർണലിംഗ് ഹാസ് ചേഞ്ച് ദ ഗെയിം ഫോർ മീ. സോ മാർക്കറ്റ് ഒരു ബെസ്റ്റ് ടീച്ചറാണ്. അവിടുന്ന് ഓരോ ദിവസം നമ്മൾ പഠിക്കുന്ന ട്രേഡ്സ് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജേർണൽസിനകത്ത് എൻ്റർ ചെയ്യുക. എന്തുകൊണ്ടാണ് ട്രേഡ് എടുത്തു, വാട്ട് മിസ്റ്റേക്സ് യു മെയ്ഡ്, വാട്ട് ലെസൺസ് യു ലേൺഡ് എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഇഫ് യു ഹാഡ് എ വിൻ, വൈ ഡിഡ് ഇറ്റ് ടേൺ ഔട്ട് ടു ബി എ വിന്നർ, ആൻഡ് വാട്ട് വെർ ദ പ്ലാൻസ് ദാറ്റ് യു എക്സിക്യൂട്ടഡ് ആൻഡ് ഹൗ വെൽ യു ട്രേഡഡ് ദാറ്റ് എന്നൊക്കെ എഴുതുക. പിന്നെ അതിൻ്റെ അടിയിലൊരു ഷോർട്ട് മോട്ടിവേഷൻ നോട്ടും കൂടെ എഴുതി വെക്കുക. ആൻഡ് അതിനകത്ത് ഇൻ കേസ് യു ഹാഡ് എ ലോസ്, ഇത് ഓക്കെയാണ്, we just had a small scratch in our trade, but we will make it out, we will stay disciplined എന്ന് പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയും കൂടെ നോട്ട്സ് എഴുതി ജേർണൽ ചെയ്യുക. ആൻഡ് വൺ ഡേ യു വിൽ ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ്. ആ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് എല്ലാത്തിനും അകത്തുണ്ട്. ഇപ്പോൾ എന്ത് ബിസിനസ് തുടങ്ങിയാലും അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും ഫസ്റ്റ് നമ്മൾ ഒന്നുമില്ലായിരിക്കും, ബട്ട് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്ത് വി വിൽ റീച്ച് ദാറ്റ് പോയിന്റ് വേർ success is the only option. So ആ ഒരു പോയിന്റ് എത്തും. So trust yourself, be proud of yourself for doing things right now. So build good habits and be proud of it. അല്ലാതെ ലോസ് എടുത്തിട്ട് be proud എന്നല്ല പറയുന്നത്. Build good habits, make a plan, make a system and execute according to that system. എന്നിട്ട് നല്ല ട്രേഡ്സ് മാത്രം എടുക്കാൻ ശ്രമിക്കുക. അവോയ്ഡ് അൺനെസസറി ട്രേഡ്സ്, റിവെഞ്ച് ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക, ഓവർ ട്രേഡിങ് അവോയ്ഡ് ചെയ്യുക. എൻ്റെ കേസിൽ ഞാൻ 4-5 ട്രേഡൊക്കെ എടുത്തിട്ടുണ്ട്, ബട്ട് അതൊക്കെ മാറ്റി വെച്ച് ഇപ്പം ജസ്റ്റ് 2 trades a day, 2 losses I'm done for the day, 4 losses a week I'm done for the week. So ഇപ്പോൾ 2 ട്രേഡിനകത്ത് ഒരു ട്രേഡ് ലൂസിങ് വണ്ണാണെങ്കിലും ഒരു ട്രേഡ് വിന്നർ ആണെങ്കിലും ഐ ഡോണ്ട് ട്രേഡ് എനിത്തിങ് എൽസ് മോർ. ജസ്റ്റ് 2 ട്രേഡ് കഴിയുമ്പോഴത്തേനും ഐ വിൽ ബി ക്ലോസിങ് മൈ ചാർട്ട്സ്, ബിക്കോസ് വി ഹാവ് എ ലൈഫ് അപ്പാർട്ട് ഫ്രം ചാർട്ട്സ്. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചാർട്ടിന് ഫ്രണ്ട് ഇരിക്കുന്നു. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് വേണ്ട ആ ടൈം ഉണ്ടല്ലോ, ആ ടൈമിന് മാത്രം ജസ്റ്റ് മാർക്ക് ചെയ്ത് അവിടെ വെക്കും. അലാറം സെറ്റ് ചെയ്യും. ഇൻ കേസ് അലാറം അടിക്കുമ്പോൾ നമുക്കറിയാം പ്രൈസ് മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ആ പോയിന്റ് വന്നിട്ട് അവിടുന്ന് പ്രൈസ് വാച്ച് ചെയ്യും, ട്രേഡ് എൻട്രി ഉണ്ടെങ്കിൽ എടുക്കും. ഐ ക്ലോസ് ഇറ്റ് ഫോർ ദ സെഷൻ. പിന്നെ എൻ്റെ ലൈഫിൽ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വരും വൈകിട്ട്, നമുക്കറിയാവുന്നൊരു ടൈമുണ്ട്, ആ ടൈമിലേക്ക് വരും. അവിടുന്ന് മാർക്കറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു ട്രേഡ് എടുക്കും. ഇഫ് ഐ ഗെറ്റ് എ ലോസ് ഐ ബി ഡൺ ക്ലോസ്, ഇഫ് ഐ ഗെറ്റ് എ വിൻ ഐ ബി ഡൺ ക്ലോസ്. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സമയം പിന്നെയും എൻ്റെ ലൈഫിനകത്തുള്ള ബാക്കി കാര്യങ്ങൾ, അപ്പം ബുക്ക് വായിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ പടത്തിന് പോകണോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ. സോ ദാറ്റ്സ് ദ ഫ്രീഡം ദാറ്റ് വി ഹാവ് ഇൻ ട്രേഡിങ്. ഫുൾ ടൈം ട്രേഡർ ആയി കഴിഞ്ഞാൽ ഉള്ളൊരു ഒരു ബെനിഫിറ്റ് ഇതാണ്. യു ഗെറ്റ് ടു സ്പെൻഡ് യുവർ ടൈം അക്കോർഡിംഗ് ടു യുവർ വിഷ്. എനിക്ക് എൻ്റെ ടൈം എനിക്ക് എങ്ങനെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. ഇഫ് ഐ ഡോണ്ട് വോണ്ട് ടു ട്രേഡ് ടുഡേ ദെൻ ഐ ഡോണ്ട് വോണ്ട് ടു ഡു ദാറ്റ്. സോ എന്നോട് ഓർഡേഴ്സ് തരാനില്ല, യുവർ ഓൺ ബോസ്. അതിപ്പോൾ അതിനുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. സോ യു ഷുഡ് ബി അക്കൗണ്ടബിൾ ഫോർ യുവർ സെൽഫ്. ഓൾസോ വി ഡോണ്ട് ഹാവ് ടു ആൻസർ ടു എനിവൺ എൽസ്. അങ്ങനെ 2 സൈഡും ഉള്ളൊരു സംഭവമാണത്. ബട്ട് സ്റ്റേ കൺസിസ്റ്റൻറ്റ്. ദ ജേർണി ഈസ് ടഫ് ബട്ട് ഇറ്റ്സ് വർത്ത് ഇറ്റ്. സോ ഇഫ് യു ആർ റിയലി ഇൻ ടു ട്രേഡിംഗ് and if you watched this far of this video, then you are really into this game. So I wish you all the luck. And also I'm here sharing my trading journey. So comment down what are the struggles that you are facing right now. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അത് മാത്രമല്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം നോളജ് ഷെയർ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഷെയർ ചെയ്ത് ഒരു ബെറ്റർ ട്രേഡർ ആകാൻ നോക്കാം. സോ ഞാനും ബെറ്റർ ആവും, നിങ്ങളും ബെറ്റർ ആവും. സോ ദിസ് ഈസ് എ ബിഗിനേഴ്സ് ജേർണി. ഇനിയും കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്.
ഹൗ ടു പ്രോപ്പർലി ജേർണൽ, അല്ലെങ്കിൽ സെൽഫ് റിഫ്ലക്ഷൻ, ഹാബിറ്റ് ബിൽഡിംഗ് സിസ്റ്റം എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെ എൻ്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്, ലൈക്ക് എൻ്റെ ട്രേഡിംഗ് സിസ്റ്റം എന്താണെന്നുള്ളതൊക്കെ ഞാൻ ജേർണൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വീഡിയോ പോലെ ചെയ്യുന്നുണ്ട്. So thanks for watching, and if you like the video, please do subscribe and leave a thumbs up, and also leave a comment. We'll have a discussion in this comment section. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളൊരു ബിഗിനർ ട്രേഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എക്സ്പീരിയൻസ് ട്രേഡർ ആണെങ്കിൽ ബിഗിനേഴ്സ് ട്രേഡേഴ്സിനുള്ള ഒരു ടിപ്പ് എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് വീഡിയോയ്ക്കകത്ത് കമൻറ്റ്സ് ഇടാം. ആൻഡ് ഓൾസോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ബൈ.